കാലം മുന്നോട്ട് പോകെ ഗോതമ്പ് കച്ചവടം കൂടുതൽ സങ്കീർണമായി. ശിശുമരണ നിരക്ക് വർദ്ധിച്ചു വന്നു. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മനുഷ്യർ ജീവിക്കാൻ പ്രേരിതരായി. BC 8500 ജെറിക്കോയിൽ പാർത്തിരുന്ന ശരാശരിക്കാരനായ ഒരാൾ BC 9500 BC 13,000 ജീവിച്ചിരുന്ന ഒരു ശരാശരി മനുഷ്യരെക്കാൾ ക്ലേശകരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കിയില്ല. ഓരോ പുതുതലമുറയും തങ്ങൾക്ക് തൊട്ടു മുൻപുള്ള തലമുറയെപ്പോലെ മാറ്റമില്ലാതെ ജീവിച്ചു. അവിടെയും ഇവിടെയും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ അവർ തൃപ്തരായി. കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിനായി ചെയ്ത ഒടുവിൽ ആ കർഷകരുടെ കഴുത്തിൽ ഞാത്തിയ തിരിക്കല്ലായി പരിണമിച്ചു. എന്തുകൊണ്ട് മനുഷ്യർ വിധിനിർണായകമായ ഈ തെറ്റായ കണക്കുകൂട്ടൽ പിന്നെയും തുടർന്നു? ചരിത്രത്തിലുടനീളം മനുഷ്യർ ഈ തെറ്റായ കണക്കുകൂട്ടൽ തുടർന്നു പോന്നു. അതേ കാരണങ്ങളാൽ തന്നെ തങ്ങളുടെ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ ആഴത്തിൽ പൂർണ്ണമായി ഗണിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വിത്തുകൾ മണ്ണിന് മേൽ വിതറുന്നതിന് പകരം മണ്ണൊരുക്കി വിതയ്ക്കാനുള്ള തീരുമാനം താരതമ്യേന കൂടുതൽ അധ്വാനഭാരം ആവശ്യപ്പെടുന്നതായിരുന്നു. അവരപ്പോൾ ഓർത്തത്, നമ്മൾ ഇത്തിരി കൂടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് സമൃദ്ധമായ വിളവ് ലഭിക്കും. അതോടെ ദുരിതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകൾക്ക് അന്ത്യമാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശന്നുറങ്ങാൻ പോകേണ്ടി വരില്ല. ഇത് യുക്തിസഹമായിരുന്നു. കൂടുതൽ കഷ്ടപ്പെട്ടാൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ലഭിക്കും. അതായിരുന്നു പദ്ധതി. പദ്ധതിയുടെ ആദ്യഭാഗം നന്നായി നടന്നു മാറി. ജനങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ട് പണിയെടുത്തു. പക്ഷേ കുട്ടികളുടെ എണ്ണം പെരുകുമെന്ന് മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല.